ഈ വയനാടിൻ്റെ ഒരു സവിശേഷത നമുക്കറിയാം. ഒട്ടേറെ പഠനങ്ങൾ ഇതിനു മുമ്പ് നടന്നിട്ടുള്ളതാണ്. നമ്മൾ തന്നെ ന്യൂസ് ടെൻസിൽ അത്തരം പഠനത്തിൻ്റെ റിപ്പോർട്ടുകളൊക്കെ പല കാലഘട്ടങ്ങളായി വയനാടിൻ്റെ ഭൂമിയിൽ അല്ലെങ്കിൽ പ്രകൃതിയിൽ എന്തു മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതെല്ലാം വിട്ടുകളഞ്ഞാൽ പോലും മുണ്ടക്കൈ ചൂരൽമല പോലെയുള്ള ഒരു അപകടം സംഭവിച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ കരകയറാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണല്ലോ ഈ യോഗം ചേർന്ന തീയതി അടക്കമൊക്കെ പ്രസക്തമാകുന്നത്. അതായത് ഈ 6-ാം മാസത്തിൽ ഇങ്ങനെയൊരു യോഗം ചേരുന്നു. അതിനുശേഷം 2 മാസം, അതായത് ഓഗസ്റ്റ് 31-നാണ് പിണറായി വിജയൻ ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു അപകടമുണ്ടായ മേഖല തന്നെയാണ് എന്നിരിക്കെയാണ് ഇതേ പ്രദേശത്ത് ഒരു പ്രൊജക്റ്റ് വരുമ്പോൾ കുറച്ചുകൂടി പഠനം വേണമെന്ന ആവശ്യം തള്ളിക്കളയുന്നത്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഈ KSDMയുടെ ചെയറായിട്ട് ഉള്ളത് മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഭിലാഷ. അപ്പൊ മുഖ്യമന്ത്രി അറിയാതെ, അന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അറിയാതെയാണോ ഇത്ര പ്രധാനപ്പെട്ട ഒരു മേഖലയിൽ, പ്രത്യേകിച്ച് കൊങ്കൺ റെയിൽവേ പോലെയുള്ള ഒരു പ്രൊജക്ട്, തുരങ്കപാത നിർമ്മാണം പോലെ ഒരു പ്രൊജക്ട് വരുമ്പോൾ ചീഫ് സെക്രട്ടറി സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു എന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ഡിസിഷൻ അതിനകത്ത് എടുക്കാൻ കഴിയില്ല. കാരണം ഈ ഫയല് മടക്കിയിരിക്കുന്നത് ഓവർ റൂൾ ചെയ്തുകൊണ്ടാണ്. അതായത് KSDMയുടെ അധികാരത്തെ ഓവർ റൂൾ ചെയ്തുകൊണ്ടാണ് ഈ ഫയല് മടക്കിയിരിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഈ മിനിറ്റ്സിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെ നമ്മൾ ഒന്ന് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതായത് കൃത്യമായി ഈ മിനിറ്റ്സിൽ പറയുന്നുണ്ട് ഈ ഭാഗത്ത് അങ്ങനെ ഒരു സ്റ്റഡി നടത്തേണ്ട പ്രദേശമാണ് എന്നുള്ളത് ചീഫ് സെക്രട്ടറി തന്നെ വളരെ കൃത്യമായി ഇതിനകത്ത് പറയുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുമാത്രമല്ല, അങ്ങനെ ഒരു ഹസാർഡ് സസ്പെക്റ്റബിലിറ്റി പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം നിൽക്കുന്നു. ആ ഒരു ഉത്തരവാദിത്തം നിൽക്കേണ്ടത് KSDMയ്ക്കാണ്. പക്ഷെ KSDMയുടെ കയ്യിൽ നിന്നും എന്തുകൊണ്ട് അവരെ ശകാരിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഈ ഫയൽ മടക്കി, നിങ്ങൾ ഇത് 2 മാസക്കാലമായി നിങ്ങൾ കൈവശം വെക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മടക്കിയതിനുള്ള ഉത്തരവാദിത്വം തീർച്ചയായും മുൻ ചീഫ് സെക്രട്ടറി പറയേണ്ടതുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 പ്രകാരം KSDMയിൽ നിശ്ചിതമായിരിക്കുന്ന ആ നിയമ അവകാശങ്ങളെ മറികടന്നുകൊണ്ടാണ് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി, അതായത് KSDMയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് പോലും ഇത്തരത്തിലൊരു ഒറ്റയ്ക്കൊരു തീരുമാനം, ഡിസിഷൻ എടുക്കാൻ കഴിയാതിരിക്കെ ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഡിസിഷന്റെ പുറത്ത് മാത്രമാണ് ഈ ഫയൽ മടക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇതിനകത്ത് തീർച്ചയായും സംശയങ്ങൾ ഉയരുന്നത്, ചോദ്യങ്ങൾ ഉയരുന്നത്. നമുക്കൊരിക്കലും ഈ വിഷയത്തെ വിട്ടുകൊടുക്കാനാവില്ല. കാരണം 8 ജീവനുകൾ അവിടെ പൊലിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ചൂരൽമലയും മുണ്ടക്കയും കഴിഞ്ഞ് അടുത്ത കണ്ണീര് വയനാട്ടിൽ ഒഴുകിയത് ഈ പറഞ്ഞ പോലെയുള്ള ഈ കള്ളാടിയിലെ കഴിഞ്ഞ ദിവസത്തെ ആ 8 മരണത്തിലാണ്. ആ മരണത്തിന്റെ ദുരന്തം, അത് ആ ഭാഗ്യത്തിനാണ് അത് അത്രമാത്രമായി ചുരുങ്ങിപ്പോയത് എന്നുള്ളതാണ്. അപ്പോൾ അത്ര പരിസ്ഥിതി ലോല പ്രദേശത്ത് ഒരു നിർമ്മാണം നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റഡി, അതായത് ഇവർ ആവശ്യപ്പെട്ടത്, ആ മിനിറ്റ്സ് നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്, IIT പോലെയുള്ള ഒരു വിദഗ്ധ സംഘത്തെ, ചെന്നൈ IIT പോലെയുള്ള ഒരു വിദഗ്ധ സംഘത്തെ നമ്മുടെ സ്റ്റേറ്റിൽ നടക്കുന്ന ഒരു നിർമ്മാണത്തിൽ ഈ നിർമ്മാണത്തിന്റെ ഭാഗമായി അത് പൊക്കോട്ടെ, പക്ഷേ അതിനോടൊപ്പം തന്നെ നമുക്കൊരു സ്റ്റഡി വേണം എന്ന്, അല്ലെങ്കിൽ നമ്മളൊരു പ്രിക്കോഷനിലേക്ക് പോകണം. ആ പ്രിക്കോഷനിലേക്ക് പോകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കേസാണ് ഈ കള്ളാടിയിലെ ഈ നിർമ്മാണം. തീർച്ചയായും അവിടെ ശരണ്യ, നമ്മൾ ഈ വാർത്തയുടെ തുടക്കത്തിൽ തന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശന്റെ പ്രതികരണം കൂടി കേൾപ്പിച്ചതാണ്. അദ്ദേഹം ആ പ്രതികരണത്തിന്റെ ഭാഗമായി അന്ന് വാർത്താ സമ്മേളനത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചിരുന്നു. തന്നെ മണ്ണ് പരിശോധന വിദഗ്ധൻ എന്നൊക്കെയാണ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ കുറ്റപ്പെടുത്തിയത്. അതായത് പ്രതിപക്ഷത്ത് ഇരുന്ന സമയത്ത് പ്രതിപക്ഷ പാർട്ടികൾക്കടക്കം ഇങ്ങനെയൊരു പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകുന്നതിൽ എതിർപ്പുണ്ടായിരുന്നു. കാരണം ഈ പ്രദേശത്തിന്റെ പ്രത്യേകത തന്നെയാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. അവിടെയാണല്ലോ ശരണ്യ, ഇപ്പോൾ ചീഫ് സെക്രട്ടറി ഇങ്ങനെയൊരു ഫയൽ തിരിച്ചയച്ചു എന്ന് പറയുമ്പോൾ ചീഫ് സെക്രട്ടറി സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന സർക്കാർ പോസ്റ്റാണ്. അതായത് സർക്കാർ സംവിധാനവുമായി ചേർന്ന് നിൽക്കുന്ന, സർക്കാർ എന്താണോ പറയുന്നത് അത് അനുസരിക്കുക എന്ന ഒരു ഉത്തരവാദിത്തത്തിലേക്കാണ് ചീഫ് സെക്രട്ടറി പോകാറുള്ളത്. ഇവിടെ ചോദ്യങ്ങൾ നിരവധിയാണ്. ജയതിലകിന് ഇതിൽ വ്യക്തിപരമായ എന്തെങ്കിലും താല്പര്യമുണ്ടായിരുന്നോ, അല്ലെങ്കിൽ നിർമ്മാണ കമ്പനിക്ക് വേണ്ടി ജയതിലക് പ്രവർത്തിച്ചിട്ടുണ്ടോ, ആരുടെ താല്പര്യമാണ് ജയതിലക് സംരക്ഷിച്ചത്, അതല്ല എങ്കിൽ പിന്നീടുള്ളത് സർക്കാരിൻ്റെ സമ്മർദ്ദമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് പോവുകയായിരുന്നു. അവിടെ വികസന നേട്ടങ്ങൾ ഉയർത്തി കാണിക്കുന്നുണ്ട്. ഇപ്പോഴും നമുക്കറിയാം കേരളത്തിലെ പല പ്രൊജക്ടുകളുടെയും പിതൃത്വം സംബന്ധിച്ച അവകാശ തർക്കങ്ങളൊക്കെ നടക്കുന്ന സാഹചര്യമുണ്ട്. ഇതാ ഈ ദുരന്തമുണ്ടായതിനു ശേഷവും ഇപ്പോൾ പ്രതിപക്ഷമായിട്ടുള്ള CPM ആവശ്യപ്പെടുന്നത് ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകരുത്, അതൊരു ജനതയ്ക്ക് ആവശ്യമാണ് എന്നുള്ളതാണ്. അതിനോട് ആർക്കും വിയോജിപ്പില്ല. തുരങ്കപാതകൾ എന്നത് നമ്മുടെയൊക്കെ ആവശ്യമാണ് എന്നതിന് വിയോജിപ്പൊന്നുമില്ല. പക്ഷേ അത് കൃത്യമായ പഠനങ്ങൾ നടത്തി സുരക്ഷ ഒരുക്കിക്കൊണ്ടായിരിക്കണം, അതൊരു അപകടമായി മാറരുത് എന്നതിൽ ആണ്
നിർണായകമാകുന്നത്. അവിടെയാണല്ലോ ഈ പഠനങ്ങൾ തള്ളിക്കളഞ്ഞു, ഒരു അനാവശ്യ തിടുക്കം കാണിച്ചു, ചില താല്പര്യങ്ങളുണ്ടോ എന്ന് സംശയിക്കുന്നു. അത് സ്വാഭാവികമായും സർക്കാരിൻ്റെ താല്പര്യങ്ങളായിരുന്നോ, സർക്കാർ കാണിച്ച തിടുക്കമായിരുന്നോ? അതിലേക്ക് തന്നെയല്ലേ നമുക്ക് വിരൽ ചൂണ്ടേണ്ടതായി വരുന്നത് ശരണ്യ? അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണോ ഇത്രയും വേഗത്തിൽ ഒരു ഡിസിഷനിലേക്ക് പോയത് എന്നുള്ള ചോദ്യം വളരെ നിർമ്മാണോദ്ഘാടനത്തിന് വേണ്ടിയാണോ ഇങ്ങനൊരു ഡിസിഷനിലേക്ക് പോയത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. നിർമ്മാണ കമ്പനിക്ക് വേണ്ടി വഴിവിട്ട സഹായം നൽകാനുള്ള ഒരു നീക്കം ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. കൃത്യമായ ഒരു അന്വേഷണം ഈ ഒരു മിനിറ്റ്സിന്മേൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കേണ്ടത്, സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടതിന്റെ ആവശ്യകത വളരെ പ്രസക്തമാണെന്നുള്ളതാണ്. ഈ മിനിറ്റ്സിൽ തന്നെ വളരെ കൃത്യമായി പറയുന്നു, DDMA Wayanad had referred the matter to KSDMA for expert opinion. അതായത് അവർ ഒരിക്കലും ഇതിനകത്ത് പരിസ്ഥിതി അനുമതി നൽകുന്നതിനെ കുറിച്ചല്ല അവർ പറയുന്നത്. ഈ ചീഫ് സെക്രട്ടറി പങ്കെടുത്ത യോഗത്തിൽ തന്നെ പറയുന്നുണ്ട്, അത് ഒരു എക്സ്പെർട്ട് ഒപ്പീനിയനുള്ള സജഷനാണ് DDMA വയനാട് മുന്നോട്ട് വെക്കുന്നതെന്ന് ഇതിലെ വരികൾ തന്നെ വളരെ കൃത്യമാണ്. അതിനർത്ഥം ഇതിൽ വിദഗ്ധ അഭിപ്രായം മാത്രമാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ നിർമ്മാണ അനുമതി, അതായത് പാരിസ്ഥിതിക അനുമതി നൽകുന്ന കാര്യമല്ല. പക്ഷേ ഈ ചീഫ് സെക്രട്ടറി ഈ ഫയല് മടക്കാനായി, മുൻ ചീഫ് സെക്രട്ടറി ഫയൽ മടക്കാനായി പറയുന്ന ഒരു ക്ലോസ് എന്ന് പറയുന്നത് 2006 പരിസ്ഥിതി EAN നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ ഫയല് നമ്മൾ അതിന്റെ ക്ലിയറൻസ് നൽകാനുള്ള അധികാരം നമുക്കില്ല, അതുകൊണ്ട് നിങ്ങൾ ഈ ഫയൽ മടക്കണം എന്നാണ്. ആ ക്ലിയറൻസിനെ കുറിച്ച് അവിടെ ആരും ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അതായത് വയനാട് അറിയിച്ച, വയനാട് ജില്ല അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അറിയിച്ചിട്ടുള്ള ആശങ്ക എന്ന് പറയുന്നത് അവർക്കൊരിക്കലും ക്ലിയറൻസിനെ കുറിച്ചല്ല അവർ പറയുന്നത്, മറിച്ച് നമുക്കൊരു വിദഗ്ധമായ പഠനം ഇതിനകത്ത് വേണം, ഇതിനകത്ത് ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ വേണം. കാരണം അവർക്ക് അതിന്റെ ആശങ്ക ഉണ്ടായിരുന്നു. മുണ്ടക്കൈ അവരുടെ മുന്നിൽ നിൽക്കുന്നു, ചൂരൽമല അവരുടെ മുന്നിൽ നിൽക്കുന്നു. അപ്പൊ ആ വിഷയങ്ങൾ നിൽക്കുമ്പോൾ ഇതിനെ മറികടന്നുകൊണ്ട് ഈ ഫയൽ നിങ്ങൾ മടക്കൂ, നിങ്ങൾ എന്തിന് 2 മാസക്കാലം ഇത് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞ് ഭരണപരമായ അവകാശത്തെ കൂടി, KSDMയുടെ ഭരണപരമായ അവകാശത്തെ കൂടി കവർന്നുകൊണ്ട് ഓവർ റൂൾ ചെയ്താണ് ഈ ഫയൽ മടക്കിയിരിക്കുന്നത്. അതിൽ തന്നെ കിഫ്ബിയുടെ പദ്ധതികളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിർമ്മാണമായിരുന്നു വയനാട് തുരങ്കപാത നിർമ്മാണം എന്നത്. തീർച്ചയായും അത് 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിലെ ഒരു സ്വപ്ന പദ്ധതി എന്ന നിലയിൽ തന്നെയാണ് വിഭാവനം ചെയ്തത്. അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഉൾപ്പെടെ നിർവഹിച്ചിരുന്നു. പക്ഷേ ആ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ച് 100 മീറ്റർ പോലും പിന്നിടുന്നതിന് മുമ്പാണ് അവിടെ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. ആ അപകടം ഈ മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന്റെ ഭാഗമായിട്ടുള്ളതാണോ, അതിനപ്പുറത്ത് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് ഉരുൾപൊട്ടൽ പോലെ, മണ്ണിടിച്ചിൽ പോലെയുള്ള മറ്റ് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു അപകട മേഖലയിലൂടെ തന്നെയാണോ ഇനിയും ഈ തുരങ്കപാത നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? അത് എത്രത്തോളം വലിയ അപകട സാധ്യതയാണ് സൃഷ്ടിക്കാൻ പോകുന്നത്? എന്തായാലും ഇപ്പോൾ താൽക്കാലികമായി ആ നിർമ്മാണം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനിയും ശാസ്ത്രീയമായ പഠനം ഉണ്ട്, അതിനുശേഷം മാത്രമേ നിർമ്മാണ പ്രവൃത്തികളുമായി മുന്നോട്ട് പോകൂ എന്നതാണ്. പക്ഷേ ഒരു അനാവശ്യ തിടുക്കം ഇതിൽ ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല പല മുന്നറിയിപ്പുകളും അവഗണിച്ചു എന്നത് പകൽ പോലെ വ്യക്തമാക്കുന്ന തെളിവുകളും രേഖകളും ആണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും കഴിഞ്ഞ സർക്കാർ സംവിധാനങ്ങൾക്ക് ഇതിൽ കൃത്യമായ മറുപടി നൽകേണ്ടതായി വരും. വാർത്തയുടെ വിശദാംശങ്ങളാണ് ശരണ്യ സ്നേഹജൻ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.